എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ആരും നിന്നോട് പറ്റി നിൽക്കുന്നില്ല എന്ന് ദൈവത്തോട് സാത്താൻ പറയുന്ന കൊച്ചു വർത്തമാനത്തിലാണ് ജോബിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത്. മനുഷ്യർക്ക് പറ്റി നിൽക്കാനായിട്ട് എപ്പോഴും കാരണങ്ങൾ വേണം. ഒരു കാരണവുമില്ലാതെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? മാനുഷിക ബന്ധങ്ങളിൽ പോലും ആ ചോദ്യത്തിന് വലിയ മുഴക്കമുണ്ടെങ്കിൽ അതിനെ പല മടങ്ങ് കൊണ്ട് ഗുണിച്ചിട്ട് വേണം നമ്മുടെ ദൈവബോധം രൂപപ്പെടാനായിട്ട്. അസൽ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ആ പുസ്തകം വാസ്തവത്തിൽ ശ്രമിക്കുന്നത്. ഇപ്പോഴും ഭൂമിയിൽ പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ, പ്രത്യേകിച്ചൊരു ബെനഫിറ്റുമില്ലാതെ, ഒറ്റനോട്ടത്തിൽ കാര്യമായ സുഖമോ ഈ പറയുന്ന ആഘോഷങ്ങളോ ഇല്ലാതെയൊക്കെ തന്നെ ദൈവത്തോട് പറ്റി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അവരാണ് നമുക്ക് ചുറ്റുമുള്ള മിക്കവാറും മനുഷ്യർ. പൊതുവെയുള്ളൊരു ധാരണയാണ് ഈ അനുഗ്രഹങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടാണ് മനുഷ്യർ ദൈവത്തോട് പറ്റി നിൽക്കുന്നത്. ഒരു പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാനായിട്ട് അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴും ചില മനുഷ്യർ പറ്റി നിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വിത്ത് കിടക്കുന്നത് ഈ പറഞ്ഞ ഈ ക്രിസ്ത്യാനിറ്റി പൊടിച്ചെന്ന് പറയുന്ന ആ ഒരു ജൂയിഷ് സമൂഹത്തിനകത്തുനിന്ന്. ഒന്നും കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. ദൈവത്തിൽ നിന്ന് മോശമായ ഒന്നും വരില്ലെന്നുള്ള സങ്കല്പമാണ് അബ്രഹാം എന്ന് പറയുന്നത്. നോക്കുമ്പോൾ എന്തൊരു ഹാർഡാണ് ഇങ്ങനെ മകനെ കൊണ്ടുപോയി ബലിയർപ്പിക്കാമെന്ന് പറയുന്നത്. പക്ഷേ ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മോശമായിട്ടൊന്നും വരില്ല എന്ന് പറയുന്ന ഒരു ബേസിക് വിശ്വാസമുള്ള സ്ഥലത്തിൻ്റെ പേരായി മോറിയ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന് പ്രാർത്ഥിക്കാനായിട്ട് വാസ്തവത്തിൽ ഒരു മതിൽ മാത്രം മതി, ഒരു പഴയ ചില ഓർമ്മകൾ മാത്രം മതി. മനുഷ്യരുടെ ഈ പറയുന്ന മേൽക്കൂരകളൊക്കെ ഇല്ലാതെ പോകുന്നൊരു കാലത്തിനകത്ത്, മനുഷ്യർക്ക് അഭയമറ്റ് പോകുന്നൊരു കാലത്തിനകത്ത് ഈ വിലാപം മതിൽ അങ്ങനെയാണ് ചങ്കിനെ തൊടുന്ന ഒരു പ്രാർത്ഥനാ മെറ്റഫറായിട്ട് മാറുന്നത്. എല്ലാം ശുഭകരമായിരിക്കുമ്പോൾ മാത്രം ഇങ്ങനെ ചെല്ലേണ്ട ഒരിടത്തിൻ്റെ പേരല്ല ദൈവം. ഒന്നും നല്ലതായിരിക്കുമ്പോൾ ഈ പറഞ്ഞ നെറ്റിത്തടം കൊണ്ടുപോയി മുട്ടിച്ച് നിൽക്കേണ്ട മതിലിൻ്റെ പേരാത്. നെറ്റിത്തടം കൊണ്ടേ മുട്ടിച്ച് വെക്കുക എന്ന് പറഞ്ഞർത്ഥം നമ്മുടെ ബുദ്ധിയെ സറണ്ടർ ചെയ്യുക എന്നുള്ള. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് ആ ബുദ്ധിയെ ഏതെങ്കിലും തരത്തിൽ എംബലിഷ് ചെയ്യുന്ന, ബുദ്ധിക്ക് ഏതെങ്കിലും തരത്തിൽ മതിപ്പ് കൊടുക്കുന്ന, ബുദ്ധിക്ക് നമ്മൾ പറഞ്ഞ യുക്തിഭദ്രമായ കാര്യങ്ങളൊന്നുമല്ല ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും വി സറണ്ടർ. ഒരു കാര്യം കൂടി ഓർത്തോളണം, ഈ മതിലെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു നിരാശയുടെ മതിലായിട്ടല്ല അവരെടുക്കുന്നത്. ആ മതിൽ ഈ അവരുടെ ചരിത്രം അനുസരിച്ചിട്ട് തന്നെ 9 പ്രാവശ്യം ഈ ദേവാലയം തകർക്കപ്പെട്ടു. ഈ 9 പ്രാവശ്യം തകർക്കപ്പെട്ടിട്ടും അവശേഷിച്ച മതിലാണ്. അപ്പോൾ എന്തൊക്കെ കടന്നു പോകുമ്പോഴും ചില കാര്യങ്ങൾ നിലനിൽക്കാനായിട്ട് ദൈവവും പ്രകൃതിയും ഒക്കെ മനസ്സാവുന്നുണ്ട്. ഒന്നിൻ്റെ അവസാനമല്ല. നമുക്ക് ആരംഭിക്കാനായിട്ട് ഒരു പക്ഷേ ഒരു മതിലിൻ്റെ, ഒരു ഇഷ്ടികയുടെ കഷ്ണം മതിയായിരിക്കും.